ശ്രീരാഗിൻ്റെ കോളേജിലെ കൂട്ടുകാരനാണ് മനു. മനുവിൻ്റെ അച്ഛൻ പണ്ട് ഒരു വാഹനാപകടത്തിൽ മരിച്ചതാണ്. പിന്നെ അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. അതിനുശേഷം മനു കുഞ്ഞമ്മയുടെ വീട്ടിലാണ് താമസം. പക്ഷേ കുഞ്ഞമ്മയ്ക്ക് അവൻ ഒരു ഭാരമാണ്. അത് മനുവിന് മനസ്സിലായി. അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രീരാഗിനോട് പറയാറുണ്ട്. അങ്ങനെയിരിക്കെ കോളേജ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ശ്രീരാഗ് മനുവിനെ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരാറുള്ളത് കൊണ്ട് തന്നെ ശ്രീരാഗിൻ്റെ അമ്മ രേവതിക്ക് മനുവിനെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഇപ്പോൾ മനു ശ്രീരാഗിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചത്. ഒരു ദിവസം ശ്രീരാഗും മനുവും പുറത്ത് കറങ്ങാൻ പോയി തിരികെ വീട്ടിലോട്ട് വന്നു. ആഹാ, രണ്ടുപേരും വന്നോ? രേവതി ഒരു ചിരിയാലെ പറഞ്ഞു. മനു രേവതിയെ നോക്കി. സാരിയാണ് വേഷം. അടുക്കളയിലെ ചൂട് കാരണം അവരുടെ മുഖത്തും ദേഹത്തുമെല്ലാം വിയർപ്പ് കൊണ്ട് നനഞ്ഞിരിക്കുന്നു. അവരുടെ നെഞ്ചിൻ്റെ ഉയർച്ച താഴ്ച വ്യക്തമായി കാണാം. മനു ഉടനെ നോട്ടം മാറ്റി. അവന് ആകെ വല്ലാതായിരുന്നു. മനു: എന്താ ആൻറ്റി ഇത്? ആകെ ക്ഷീണിച്ചല്ലോ. AC ഓണാക്കിക്കൂടെ? ഇനി കുറച്ച് റെസ്റ്റ് എടുക്കൂ. അത് കേട്ട് രേവതി ചിരിച്ചു. വേണ്ട മോനെ, കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ട്. എന്നിട്ടാവാം റെസ്റ്റ് എടുക്കുന്നത്. ശ്രീരാഗ്: അല്ലെങ്കിലും അമ്മയ്ക്ക് എപ്പോഴും ജോലി തിരക്കാ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ബാക്കി വരുന്ന കുറേ സാധനങ്ങൾ അയൽക്കാർക്കൊക്കെ കൊടുക്കും. അവൻ ചൂട് കാരണം ഷർട്ടഴിച്ച് AC ഓണാക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നീട് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് രേവതി അവരുടെ റൂമിലേക്കും മനുവും ശ്രീരാഗും അവരുടെ റൂമിലേക്കും പോയി. മനു ഫോണെടുത്ത് ഇൻസ്റ്റാഗ്രാം തുറന്ന് അതിൽ ഓരോ സുന്ദരിമാരുടെ ഫോട്ടോസും വീഡിയോസും കണ്ടുകൊണ്ടിരുന്നു. മനു: ഓ, ഇതൊക്കെ എന്ത് കിടിലൻ സാധനങ്ങളാ, കിട്ടിയാലുണ്ടല്ലോ. അത്രയും പറഞ്ഞ് അവൻ നിർത്തി. അത് കേട്ട് ശ്രീരാഗ് അവൻ്റെ ഫോണിലേക്ക് നോക്കി. എന്നിട്ട് ഒരു ചിരിയാലെ പറഞ്ഞു. ഡാ, ഇതൊക്കെ എന്ത്? ഇതിനേക്കാൾ അടിപൊളി വേറെയുണ്ട്. അതും പറഞ്ഞ് അവൻ വേറെ കുറേ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു. മനു ആദ്യം അതൊന്നും കാണാറില്ല എന്ന് പറഞ്ഞ് മടി കാണിച്ചെങ്കിലും ശ്രീരാഗ് നിർബന്ധിച്ചപ്പോൾ കണ്ടു. പിന്നെ അവന് രസം പിടിച്ചു. പിന്നെ ശ്രീരാഗ് വേറെ സൈറ്റിൽ കയറി. അപ്പോൾ കുറേ ആൻറ്റിമാര്. അങ്ങനെ അവർ അതൊക്കെ കണ്ടു. അപ്പോഴാണ് മനുവിൻ്റെ മനസ്സിലേക്ക് രേവതി കടന്നു വന്നത്. പിന്നെ സാങ്കല്പിക ചിന്തകൾ കുറേ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ സമയം കുറേ കടന്നുപോയി. പെട്ടെന്നാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. രേവതി കയ്യിൽ ഒരു പ്ലേറ്റുമായി അകത്തേക്ക് വന്നു. കാപ്പിയും പലഹാരങ്ങളുമുണ്ട്. രേവതി: സമയം 5 മണിയായിട്ടോ? രണ്ടുപേരും വാതിലടച്ച് എന്ത് ചെയ്യുക എന്നും ചോദിച്ച് ഒരു ചിരിയാലെ അവർ അകത്ത് കയറി. കുളിച്ചൊരുങ്ങി വേഷം മാറി നൈറ്റിയും ഇട്ടുകൊണ്ടാണ് വരവ്. പ്രതീക്ഷിക്കാതെയുള്ള അമ്മയുടെ വരവ് കണ്ട് അവർ ഞെട്ടി. ശ്രീരാഗ് വേഗം ഫോൺ മറച്ചു പിടിച്ചു. പക്ഷേ സ്ക്രീൻ അപ്പോഴും ഓണായിരുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്ത നിലയിലാണ്. മനു വേഗം ബെഡ്ഷീറ്റ് വലിച്ച് അമ്മയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഫോൺ മറച്ചു. പക്ഷേ അവൻ്റെ മുഖം ചുവന്നു. രേവതി ബെഡിനടുത്ത് വന്നു. പ്ലേറ്റ് വെക്കാൻ കുനിഞ്ഞു. അപ്പോൾ അവരുടെ നോട്ടം പതിഞ്ഞു. പിന്നെ നോട്ടം മാറിയില്ല. രേവതി പ്ലേറ്റ് വെച്ച് നിവർന്നു. പിന്നെ അവരെ തന്നെ നോക്കി. എന്താ, രണ്ടുപേർക്കും എന്തോ കള്ളക്കളി പോലെയുണ്ടല്ലോ? അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് ശ്രീരാഗ് ഉടനെ പറഞ്ഞു. ഇല്ല, ഒന്നുമില്ലമ്മേ. ഞങ്ങൾ വെറുതെ ഫോണിൽ ഒരു വീഡിയോ കാണുകയായിരുന്നു. അപ്പോൾ മനുവും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അതേ ആൻറ്റി, ഒരു തമാശ വീഡിയോ ആയിരുന്നു അത്. ആണോ? എന്നാ നിങ്ങൾ കാണ്, ഞാൻ പോട്ടെ. കാപ്പി കുടിക്കുക കേട്ടോ, തണുത്തു പോകണ്ട. അങ്ങനെ അതും പറഞ്ഞ് രേവതി വാതിലടച്ചു.
മുറിയിലാകെ നിശബ്ദത. മനു അവനെ നോക്കി. അപ്പോൾ അവരുടെ മുഖത്ത് ഒരു ചമ്മിയ ചിരി പ്രകടമായി. ശ്രീരാഗ് മെല്ലെ പറഞ്ഞു, ഷേ, വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നു. മനു തലയാട്ടിക്കൊണ്ട് ചോദിച്ചു, അതെ, പക്ഷേ ആൻറ്റിക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ശ്രീരാഗ് ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കാഴ്ച തന്നെയാണ്. മാത്രമല്ല, അപ്പോൾ മനുവിൻ്റെയും ശ്രദ്ധ അങ്ങോട്ടായിരുന്നു എന്നത് അവൻ ശ്രദ്ധിച്ചതാണ്. ഇപ്പോൾ പല തവണയായി മനുവിൻ്റെ നോട്ടവും ഭാവവുമൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീരാഗിന് കുറേ മുൻപ് തന്നെ ഇങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടായിരുന്നെങ്കിലും മനു വന്നപ്പോൾ തൊട്ടാണ് അത് ശക്തമായത്. ഇനി മനുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാകുമോ? അതോ ഇതൊക്കെ തൻ്റെ വെറും തോന്നലാണോ? ശ്രീരാഗ് ഒരു നിമിഷം ചിന്തിച്ചു. ശ്രീരാഗ് മെല്ലെ ഫോൺ വീണ്ടും തുറന്നു. പക്ഷേ ഇത്തവണ വീഡിയോ ഓഫ് ചെയ്തു. ഡാ, നമുക്കൊന്ന് പുറത്തു പോയാലോ? അവൻ ചോദിച്ചു. എന്നാ ബീച്ചിൽ പോകാം, മനു പറഞ്ഞു. സത്യത്തിൽ അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ ഭയങ്കര ചിന്തയായിരുന്നു. മനുവിൻ്റെ മനസ്സിൽ രേവതി, ശ്രീരാഗിൻ്റെ മനസ്സിൽ അമ്മയും മനുവും. പിന്നെ അന്ന് രാത്രി സാധാരണ പോലെ മനുവിൻ്റെ സീൻ പിടുത്തവും ശ്രീരാഗിൻ്റെ ഓരോ സംശയവുമായി കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ് ശ്രീരാഗ് എണീറ്റത്. തലയ്ക്കൽപ്പം ഭാരം പോലെ തോന്നി. അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ മുഴുവൻ അവൻ്റെ മനസ്സിൽ കയറി വന്നു. അവൻ കട്ടിലിൽ നോക്കിയപ്പോൾ മനു അവിടെയില്ല. അവൻ എന്നും നേരത്തെ എണീക്കും. അങ്ങനെ ശ്രീരാഗ് എണീറ്റ് മുറിയിൽ നിന്നും ഇറങ്ങി അടുക്കളയിലേക്ക് നടന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. മനു അമ്മയോടൊപ്പം നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്മ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്. പിന്നെ അമ്മ ചിരിച്ചുകൊണ്ട് ഒരു വലിയ പാത്രം എടുക്കുകയാണ്. അത് കണ്ടപ്പോൾ ഞാൻ സഹായിക്കാം ആൻറ്റി എന്നും പറഞ്ഞ് മനു പാത്രം എടുക്കാൻ സഹായിക്കുന്നു. പെട്ടെന്ന് അവരുടെ കൈകൾ ഒരു നിമിഷം തൊട്ടു. ശ്രീരാഗ് വാതിൽക്കൽ അങ്ങനെ നോക്കി നിന്നു. അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിഷമം തോന്നി. അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെയാകുമോ? ഒരു നിമിഷം അവൻ ചിന്തിച്ചു. അല്ലെങ്കിലും ഇവർ തമ്മിൽ എന്തിനാ ഇത്ര അടുപ്പം എന്നൊരു തോന്നൽ അവനിലുണ്ടായി. പക്ഷേ ഉടനെ തന്നെ അവൻ സ്വയം പറഞ്ഞു, ഏയ്, താൻ വെറുതെ എന്തൊക്കെയാ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? അമ്മയോട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? മനുവാണെങ്കിൽ ഒറ്റയ്ക്കാണ്. അവന് അമ്മയും അച്ഛനും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം കാണിക്കുന്നതാകും. ശ്രീരാഗ് ഒരു ആശ്വാസത്തോടെ ചിന്തിച്ചു. എങ്കിലും ആ സംശയം അവൻ മുഴുവനായും മനസ്സിൽ നിന്നു കളഞ്ഞിട്ടുമില്ല. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 3 പേരും പുറത്തിറങ്ങി. ശ്രീരാഗിൻ്റെ ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടെ പുറത്തുപോയി ഒന്ന് കറങ്ങാം എന്നുള്ളത്. അങ്ങനെ 3 പേരും കാറിൽ കയറി. ഡ്രൈവ് ചെയ്യുന്നത് ശ്രീരാഗാണ്. മുൻപിലെ സീറ്റിൽ അവനും അമ്മയും, പിറകിൽ മനുവും. അങ്ങനെ അവർ ആദ്യം സിനിമ കാണാൻ പോയി, പിന്നെ ബീച്ചിൽ പോയി, അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നെ കാറിൽ ഇരിക്കുമ്പോൾ ശ്രീരാഗ് അമ്മയെ നോക്കി. ഒരു കടും നീല നിറത്തിലുള്ള സാരിയാണ് വേഷം. പതിവിലും സൗന്ദര്യം കൂടിയതുപോലെ അവന് തോന്നി. കാറിൻ്റെ ഓരോ ബ്രേക്കിലും ഗട്ടറിലും അവയുടെ ചെറിയ ചലനം ശ്രീരാഗിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവൻ കണ്ണാടിയിലൂടെ മനുവിനെ നോക്കി. മനുവിൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടെ മുൻ സീറ്റിലേക്ക് അമ്മയുടെ അടുത്തേക്ക് എത്തുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. പിന്നീട് കാർ ഒരു പാർക്കിന് പുറത്ത് നിർത്തി. എടാ, നീ ഈ പാർക്കിൽ കയറിയിട്ടില്ലല്ലോ? ശ്രീരാഗ് മനുവിനോടായി ചോദിച്ചു. അവൻ ഒന്ന് നോക്കി. ഇല്ലടാ, ഈ പാർക്ക് കൊള്ളാലോ, അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ വാ, ഇനി ഇവിടെ കുറച്ച് കറങ്ങാം, ശ്രീരാഗ് പറഞ്ഞു. അങ്ങനെ അവർ കാറിൽ നിന്നും ഇറങ്ങവേ മനു വേഗം ഇറങ്ങി അമ്മയ്ക്ക് ഡോർ തുറന്നു കൊടുത്തത്
ശ്രീരാഗ് ശ്രദ്ധിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല.